സ്വാമിജി, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മതപഠനം എന്ന് പറയുമ്പോൾ ഇപ്പം ക്രിസ്ത്യൻ സമുദായത്തിലും അവർ കുട്ടിക്കാലം മുതലേ നിർബന്ധിതമായി പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം പള്ളികളിൽ പോകുന്നതും കൃത്യമായ ഒരു റൂട്ടീൻ പോലെ ഞായറാഴ്ചകളിൽ ചെയ്യുന്നുണ്ട്. മുസ്ലിം മതവിഭാഗങ്ങളും ഇത്തരത്തിൽ മദ്രസ പഠനം കുട്ടിക്കാലം മുതൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹിന്ദു സമൂഹത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ അങ്ങനെ ഒരു നിർബന്ധിത മതപഠനമില്ല. ഈ ഭഗവത്ഗീത പോലും പലരും വായിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും അതൊന്നും പഠിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കാണാൻ കഴിയും? പൊതുവേ ഒരു ഹിന്ദു ബോധം എന്ന് പറയുന്നത് ഒരു ജാള്യതയോടുകൂടി പറയുന്നുണ്ട്. നമുക്ക് ഇസ്ലാം മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും അവരവരുടെ മതത്തെ ഒരു ഔന്നത്യത്തോടെയാണ് കാണുന്നത്. പക്ഷേ ഹിന്ദുമതം പൊതുവെ പറയാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ. അല്ല, അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഹിന്ദു മതം എന്ന് പറയുന്നത് അത്ര ഒരു ചെറിയ കാര്യമല്ലല്ലോ. ഈ സെമിറ്റിക് മതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ടെക്സ്റ്റ് ഉദ്ദേശിച്ചിട്ട് ഒരു ദേവതയെ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന ഒരു ദൈവപുത്രനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ഇസ്ലാം മതം ഒരു പ്രത്യേക പ്രവാചകൻ പറഞ്ഞ ഒരു വിഷയം മാത്രം എടുത്തിട്ട് ഒരു ടെക്സ്റ്റ്, ഖുർആൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് മാത്രം പഠിക്കുകയോ, അങ്ങനെ അവർക്ക് ഒരു ചട്ടക്കൂട്ടിലേക്ക് നിർത്തിയതാണ്. പിന്നീട് പലരും ഒരു വിശ്വാസത്തിൽ മാറി വന്നവരാണല്ലോ. ഇതൊരു ട്രഡീഷണലായിട്ട് ഇങ്ങനെ തുടർന്നു വന്നതല്ലേ, ഒരു ചെറിയ സബ്ജക്റ്റ് അല്ലല്ലോ ഇത്. ദേവതകൾ തന്നെയാണ് എന്തെല്ലാം ദേവതകൾ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്ന വേറൊരു വിഷയമാണ്, അതായത് യോഗശാസ്ത്രം എന്ന് പറയുന്നതാണ്. ഇത് ഇഷ്ടമുള്ളവർ അതിലേക്ക് ഏത് മതത്തിലുള്ളവർക്കും വന്ന് പഠിക്കാവുന്ന കാര്യമാണ്. ഇത് നിർബന്ധിതമായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മിക നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യമല്ല. അവരൊരു ഇൻക്ലിനേഷനിലൂടെ എത്തിച്ചേരുന്നതാണ്. ഈ തരത്തിൽ ആധ്യാത്മികത അല്ലെങ്കിൽ മതം നിർബന്ധമായിട്ട് പഠിപ്പിച്ചെടുത്തെല്ലാം തന്നെ അത് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മതപഠനങ്ങൾ ഉണ്ടായിരുന്ന വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇപ്പോൾ അതെല്ലാം വളരെ ശുഷ്കമായിട്ടുള്ള ആരാധനയും മറ്റു കാര്യമെല്ലാം തന്നെ വിട്ടിട്ട് ഈ പല ചർച്ചസ് എല്ലാം തന്നെ ബാർവരയായിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പല ഷോപ്പിംഗ് മാളുകളായിട്ട് മാറി, മ്യൂസിയങ്ങളായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പം ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു നിർബന്ധമായിട്ട് ശരിയല്ലേ, അത് നിർബന്ധിതമായിട്ട് നമ്മൾ ഇതിനെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ഭഗവത്ഗീതയെ പോലെ ഒരു ടെക്സ്റ്റ് മാത്രം പഠിപ്പിച്ചുകൊണ്ട് ഹിന്ദുമതം ആകുന്നില്ല. അതെ, ബ്രഹ്മസൂത്രം പഠിപ്പിക്കാനായിട്ട് അതൊക്കെ വളരെ കുറച്ചുകൂടെ ഒരു കഠിനമായിട്ടുള്ള വിഷയമാണ്. അത് ഗുരുക്കന്മാർ കൈകാര്യം ചെയ്താലേ ശരിയാവുകയുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് 3 ശാഖകളാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ബുദ്ധ പരമ്പരയിലൂടെ ധ്യാന പദ്ധതി എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യാസപരമ്പര, ശങ്കരാചാര്യർ വരെ ഉള്ള വ്യാസപരമ്പരയുണ്ട്. ഇപ്പോൾ അതിനകത്ത് പറയുന്ന ഭക്തിക്കും ജ്ഞാനത്തിനും പ്രാധാന്യമുള്ള ഒരുപാട് തരം ഗ്രന്ഥങ്ങളും രചനകളും ഉണ്ട്. ഇതെല്ലാം പഠിപ്പിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മാത്രവുമല്ല, ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ സ്വതന്ത്രമായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തും പഠിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് പലപ്പോഴും കാണുന്നത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഈ അഗസ്ത്യ പരമ്പരയിൽ വരുന്ന പ്രധാന കാര്യം ഈ പ്രാണായാമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠന പദ്ധതിയാണ്. അപ്പോൾ അത് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മുടെ ഒരു ടീച്ചിങ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 3 കാര്യങ്ങളാണ്. ധ്യാനം, യോഗ, ശരീരത്തിന് വേണ്ടിയുള്ള സത്മാരാമ വിരചിതമായിട്ടുള്ള യോഗ പദ്ധതിയുണ്ട്. ഇത് മാത്രം പഠിപ്പിക്കാനായിട്ട് തന്നെ നമ്മൾ നിർബന്ധിതമാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ ഒന്നാലോചിച്ചുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള യോഗ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ പ്രയോജനമുള്ള കാര്യമാണ്. അപ്പം ഇത് ഈ ജ്ഞാനം എന്ന് പറയുന്നത് ആവശ്യം കൂടി നോക്കിയിട്ടാണല്ലോ ചെയ്യേണ്ടത്, അല്ലേ? ഈ നിർബന്ധിതമായിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ പല തരത്തിലുള്ള കൊച്ചുകുട്ടികളുടെ മനസ്സിനെയും കലുഷിതമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റു മതങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നിർബന്ധിതമായിട്ടുള്ള ഈ പ്രീസ്റ്റ്ഹുഡ്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത എന്തെല്ലാം തരത്തിലുള്ള വയലൻസ്, എല്ലാ തരത്തിലുള്ള സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമുക്കറിയാം, ഈ ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ഒക്കെ ചേർന്ന് ഈ നായർ ഈഴവ ഐക്യം അതിനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന രീതിയിൽ അത്തരത്തിൽ ഉള്ള ഓരോ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ
വിജയത്തിലെത്തുന്നില്ല എന്ന് അതിന് മാത്രമല്ല അതിൻ്റെ പ്രധാന കാര്യം സ്വാതന്ത്ര്യമാണ് ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതാണ്. അപ്പോൾ അത് വെറൊരു ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്താവുന്ന കാര്യമില്ല. ഈ മറ്റേ പലതരത്തിലുള്ള ജാതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജാതികൾ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ കാലമായിട്ട് എന്താണ് ആത്മീയ ആചാര്യന്മാർ തുടങ്ങി വെച്ചത് തന്നെ ഫലപ്രദമാകാത്തത് എന്തുകൊണ്ടാണ്? അതെ, അത് കൃത്യമായ രീതിയിൽ എത്തുന്നില്ല. അപ്പം ഇത് മറ്റേ പലരും തടസ്സമാകുന്ന തരത്തിൽ ജാതികളുടെ തന്നെ പറയാൻ തന്നെ മടിക്കുന്ന രീതിയിലും അയിത്തം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അയിത്തത്തിനെ കുറിച്ച് അത്രയും പറയേണ്ട കാര്യമില്ല. പക്ഷേ എന്നാൽ നമ്മൾ വേറെ തരത്തിലുള്ള അയിത്തം ഇപ്പോൾ ആവശ്യമുണ്ട് താനും. ഇപ്പോൾ എപ്പോഴും എന്താണ് മദ്യപിച്ച് എന്താണ് പ്രശ്നമുണ്ടാക്കുന്ന ഒരാൾ നമ്മൾ അകന്നിരിക്കുന്നില്ലേ, അയാൾ അകറ്റി നിർത്തില്ലേ? ഏത് ജാതിക്കാരനെ മതമാണെന്ന് നോക്കാറില്ല. അതിന് വളരെ വയലന്റ് ആയിട്ടുള്ള ചില ആൾക്കാരിൽ നിന്ന് അകന്നിരിക്കത്തില്ലേ? ചില ഇപ്പോൾ പലതരത്തിലുള്ള മാഫിയ ഗുണ്ട ഗ്രൂപ്പുകളിൽ നിന്ന് സാധാരണ മനുഷ്യർ അകന്നിരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ്? പലപ്പോഴും ഈ ജാതീയത അല്ലെങ്കിൽ അത് വിറ്റ് കാശാക്കുന്ന വിധത്തിൽ ഇപ്പം നമുക്കറിയാം ശ്രീനാരായണ ഗുരുവും അദ്ദേഹമൊക്കെ ഈ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സമരങ്ങളിലൂടെ ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇപ്പോഴത്തെ യുവതലമുറയിലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള തലമുറയിലും ഒക്കെ ഈ ജാതീയത മറ്റൊരു തലത്തിൽ വരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വേടൻ വിഷയം വന്നപ്പോൾ ഒരു വിഭാഗം വേടൻ അനുകൂലമായി, വേടൻ കഞ്ചാവ് ഉപയോഗിച്ചു, പക്ഷെ വേടൻ പിന്നീട് വന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്റെ ദുശീലങ്ങൾ അനുകരിക്കരുതെന്ന് പറയുന്നത്. വേടൻ വിഷയം, വേടൻ കഞ്ചാവ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അതൊരു മറ്റേ വേടൻ്റെ ഒരു വേറൊരു വിപ്ലവം, അതായത് ഈ ദ്രാവിഡ മുന്നേറ്റം എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ച ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗമാകാനായിട്ടാണ് വേടൻ ശ്രമിച്ചതെങ്കിലും വേടന്റെ ഒരു ജനുസ് നോക്കി അത് മൈക്കിൾ ജാക്സണിലേക്ക് പോകുന്ന രീതിയിലാണ്. മൈക്കിൾ ജാക്സൺ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നാണല്ലോ. കാരണം വെച്ചാൽ അത്രയും ഹാർഡായിട്ടുള്ള വർക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ മൈക്കിൾ ജാക്സന്റെ ഒരു പിന്തുടർച്ചയായിട്ട് നമുക്ക് കലാഭവൻ മണിയെ നോക്കിക്കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കും, അദ്ദേഹവും വളരെയധികം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. കാരണം അത്രയും സ്ട്രെസ്സിനെ വേറൊരു തരത്തിൽ എന്റർടൈൻമെന്റ് ആയിട്ട് മാറ്റുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തത്. അപ്പോൾ അവർക്ക് ഒരു കാരണം ഞാൻ മാറാമെന്ന് പറഞ്ഞാൽ വേണ്ട കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ രീതിയിലാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അദ്ദേഹത്തിന്റെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് മാറാൻ കഴിയുക. അല്ലെങ്കിൽ പിന്നെ വേണ്ടതാണ് ഒരു ആധ്യാത്മിക ഉന്നതി ഉണ്ടാവണം. അവിടെയാണ് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനൊക്കെ വിജയിക്കാൻ കഴിയുന്ന ഒരു മേഖലയുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, യേശുദാസ് ഗായകനാണ്, അദ്ദേഹം ഒരു ആധ്യാത്മിക അടിത്തറയോടുകൂടി അദ്ദേഹം ജീവിക്കുന്നതുകൊണ്ട്, ഒരു സാത്വിക ജീവിതം നയിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും പോകാതെ രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞത്. പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിൽ ജാതീയത മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഒരു ഇരവാദത്തിന് വേണ്ടി. ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവം എടുത്താൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള അതൃപ്തി എല്ലാവരിൽ നിന്നുണ്ട്. ഇപ്പോൾ വിട്ടുപോയ സുധാകരൻ ഉൾപ്പെടെ അതൃപ്തിയുണ്ട്. അതിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉന്നയിച്ച ഒരു ആരോപണം, ഇത്രയും പ്രസിഡന്റുമാർ വന്നിട്ട് ഒരു ദളിതന് അവിടെ ഒരു പ്രസിഡന്റ് ആവാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ആ ജാതീയതയെ മറ്റൊരു തലത്തിൽ ഒരു ഇരവാദത്തിലൂടെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇത് പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിൽ ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയുന്നത് എന്താണ്, നമ്മൾ മറ്റേ പൊളിറ്റിക്സും മതവും തമ്മിലും അല്ലെങ്കിൽ ജാതിയും തമ്മിലും കൂട്ടി കുഴയ്ക്കരുത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ കുഴച്ചതാണ് ഇവിടെ പല തരത്തിലുള്ള ജാതി നിലനിൽക്കാൻ തന്നെ, അല്ലെങ്കിൽ മതം ഇത്തരത്തിൽ നിലനിർത്താൻ തന്നെ കാരണം. മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിത രീതിയും തിരഞ്ഞെടുപ്പും എല്ലാം മാത്രമാണ് നമ്മൾ, അല്ലെങ്കിൽ മെരിറ്റോക്രസി എന്ന് പറഞ്ഞ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ ജാതിക്ക് മതത്തിനൊന്നും പ്രസക്തി ഇല്ലാതാകുന്നു. ആരാണ് മെറിറ്റ് ഉള്ള ആള് അവരെ നമ്മൾ നമ്മുടെ ഭരണം ഏൽപ്പിക്കുന്നത്, നടത്തിപ്പുകാരാക്കാനേ ഉള്ളൂ. അവർ നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ വെൽഫെയർ നടത്തുക എന്നുള്ളതാണ് ഈ അധികാര സ്ഥാനങ്ങളിൽ വരേണ്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമായിട്ട് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ മാത്രമാണ് ഇത് മാറി വരുന്നത്. തീർച്ചയായിട്ടും. വളരെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.